എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ സമവാക്യ പരിഹാരം, അതായത് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ കൂട്ടലും കുറയ്ക്കലുമാണ് നമ്മൾ പഠിച്ചെങ്കിൽ ഇന്ന് നമ്മൾ ഗുണനവും ഹരണവുമാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മളിപ്പം ബീജഗണിത രീതി ഉപയോഗിക്കുന്നില്ല. ബീജഗണിത രീതി പിന്നീട് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. പേജ് 80 ചോദ്യമാണ്. പേജ് 80 ഒന്നാമത്തെ ചോദ്യം. ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിന്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് മാസം 75,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും? അപ്പം പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിന്റെ 5 ഇരട്ടി, 5 മടങ്ങ്. അപ്പൊ 5 മടങ്ങ് ശമ്പളം ആർക്കുണ്ട്? മാനേജർക്കുണ്ട്. മാനേജർക്കിന്റെ ശമ്പളം എത്ര? 75,000 രൂപ. അങ്ങനെയാണെങ്കിൽ പ്യൂണിന്റെ ശമ്പളം എത്ര? നമുക്കിത് ബീജഗണിതമൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ബീജഗണിതം ഉപയോഗിക്കുന്നില്ല. മാനേജർക്ക് പ്യൂണിന്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് പ്യൂണിന്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. അപ്പൊ പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങ്, പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങാണ് ആർക്ക് കിട്ടുന്നത്? മാനേജരുടെ ശമ്പളം എന്ന് പറയുന്നത്. മാനേജരുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങാണ്, 5 ഇരട്ടി. മാനേജറുടെ ശമ്പളം തന്നിട്ടുണ്ട്. എത്ര? മാനേജറുടെ ശമ്പളം 75,000 രൂപ. മാനേജറുടെ ശമ്പളം എത്ര? 75,000 രൂപ. 75,000 രൂപ. അപ്പം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങ് മാനേജറുടെ ശമ്പളം. അപ്പൊ പ്യൂണിന്റെ ശമ്പളത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്നൊക്കെ എടുക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. അപ്പൊ പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങ് മാനേജറുടെ ശമ്പളം. അപ്പൊ പ്യൂണിന്റെ ശമ്പളം കാണാൻ എന്ത് വേണം? മാനേജറുടെ ശമ്പളത്തെ 5 കൊണ്ട് ഭാഗിക്കണം. എന്താണ്? മാനേജറുടെ ശമ്പളത്തെ 5 കൊണ്ട് ഭാഗിക്കണം. അതായത് മാനേജറുടെ ശമ്പളത്തിന്റെ 5-1 ഭാഗമാണ് പ്യൂണിന്റെ ശമ്പളം. പ്യൂണിന്റെ ശമ്പളം 5-1 അല്ലെ? മാനേജറുടെ ശമ്പളത്തിന്റെ 5-1 ഭാഗമാണ് പ്യൂണിന്റെ ശമ്പളം. അപ്പൊ പ്യൂണിന്റെ ശമ്പളം എന്ന് പറയുന്നത് മാനേജറുടെ ശമ്പളത്തിന്റെ 5-1. 1/5 ഇൻറ്റു 75,000. വെട്ടിപ്പോത്തില്ലേ? 1 5 5 25, 5 5 25, 15,000. അപ്പം പ്യൂണിന്റെ ശമ്പളം എത്ര? 15,000 രൂപ. 15,000ത്തിന്റെ 5 മടങ്ങാണ് 75,000 രൂപ. മനസ്സിലായി? ഇപ്പൊ എക്സ് ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? 5x = 75,000. അതായത് 5x എന്ന് പറയുന്ന 75,000 രൂപ എന്ന് എഴുതി നമുക്ക് സമവാക്യം രൂപീകരിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ബീജഗണിത രീതി ഇപ്പോൾ പറയുന്നില്ല. കുറച്ച് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമുക്ക് ബീജഗണിത രീതിയിലേക്ക് കടക്കാം. ഇനി അടുത്ത ചോദ്യം, പേജ് 80 രണ്ടാമത്തെ ചോദ്യം. ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചെലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. എത്ര പേര് പോയെന്ന് അറിയത്തില്ല. തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി. ഓരോരുത്തരുടെയും ചെലവ് 2,500 രൂപ എന്ന് കണക്കാക്കി. എത്ര പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്? അപ്പൊ എത്ര പേര് ചേർന്നാണ് വിനോദയാത്രയ്ക്ക് പോയത്? അപ്പൊ ഇത് പറയുന്നത് എന്താണ്? ആകെ ചിലവായ രൂപ. ആകെ ചെലവ് എത്ര? ആകെ ചെലവ് 12,500 രൂപ.
അപ്പൊ ഓരോരുത്തർ എത്ര കൊടുക്കണമെന്നാ പറഞ്ഞത്? 2500 രൂപ. ഒരാളുടെ, ഇപ്പൊ ഒരാളെന്ന് പറയുമ്പോ ഒരു ഫാമിലി ആയിരിക്കും അല്ലെ? ഒരാളുടെ ചെലവ്, അതായത് ഓരോ കുടുംബമായിട്ടായിരിക്കുമല്ലോ വന്നത്. അപ്പൊ ഓരോരുത്തര് 2500 രൂപ. ഒരാളുടെ ചെലവ് 2500 രൂപയാണെങ്കിൽ എത്ര പേരാണ് സംഘത്തിലുണ്ട്? അപ്പൊ മൊത്തം ചെലവിനെ, ആകെ ചെലവിനെ ഒരാളുടെ ചെലവ് കൊണ്ട് ഹരിക്കുക. അതാണ് ഈ ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്നതെല്ലാം ഗുണനം അല്ലെങ്കിൽ ഹരണക്രിയകളാണ്. അപ്പം സംഘത്തിലുണ്ടായിരുന്നവർ, അതായത് 12500-നെ 2500 കൊണ്ട് ഭാഗിക്കണം. 2 പൂജ്യം വെട്ടിപ്പോയി. 125-നെ 25 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5. അപ്പൊ 5 പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ രീതിയിലും ചെയ്യാം. എന്താണ്? സംഘത്തിൽ ഉണ്ടായിരുന്ന എത്ര പേരെന്ന് അറിയത്തില്ല, അവരുടെ എല്ലാം ചെലവ്. ഒരാള് 2500 രൂപ വെച്ച്. അപ്പൊ സംഘത്തിൽ ഉണ്ടായിരുന്നവര് ഇൻറ്റു 2500 വരുമ്പോ 12500. കണ്ടോ? അപ്പൊ ഒരാളുടെ ചെലവ് കണ്ടെത്താൻ 12500 2500 കൊണ്ട് ഹരിക്കണം. ഈ ബോക്സിലെ ബീജഗണിതം പഠിക്കാൻ നമ്മൾ എക്സ് ഒക്കെയാണ്, എക്സ് വൈ ഒക്കെയാണ് ചേർക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഉത്തരത്തില് എത്തിച്ചേരാൻ കഴിയും. അപ്പൊ സംഘത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തർ 2500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 5 പേരുണ്ടായിരുന്നു, 12500 രൂപ കിട്ടി. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ, നമുക്ക് സംഖ്യ അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞ ബീജഗണിതം എടുക്കുമ്പോൾ നമ്മൾ എക്സ് വൈ ഒക്കെ കൊടുക്കാം. സംഖ്യയുടെ സ്ഥാനത്ത് ഇങ്ങനൊരു ബോക്സ് വരും. 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. അപ്പൊ സംഖ്യ നമുക്ക് കാണണം. അപ്പൊ സംഖ്യ ഇൻറ്റു 12 അല്ലെ? സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. അപ്പൊ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 756-നെ 12 കൊണ്ട് ഹരിക്കണം. 756 ഭാഗം 12. ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യാം. 12 6 72, 36 12 3 36. അപ്പൊ നമുക്ക് 63 കിട്ടും. എത്ര കിട്ടും? 63. അപ്പൊ സംഖ്യ 63. അപ്പം ഇവിടെ ഗുണനം വന്നപ്പോൾ നമ്മൾ ഉത്തരം കിട്ടാൻ ഹരിച്ചു. ഇവിടെ ഹരണം വരുവാണെങ്കിൽ ഉത്തരം കിട്ടാൻ നമ്മൾ ഗുണിക്കണം. നാലാമത്തെ ചോദ്യം, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ, അപ്പൊ സംഖ്യയെ ഞാൻ ഹരിച്ചു 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. അപ്പൊ സംഖ്യ എത്രയാണ്? സംഖ്യയെ ഞാൻ ഹരിച്ചപ്പോഴാണ് 750, 21 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 756 കിട്ടിയത് അല്ലേ? അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനേക്കാള് ഹരിച്ച ഫലമാണ്, ഹരണഫലമാണത്. അപ്പം സംഖ്യ ഇതിനേക്കാൾ വലുതായിരിക്കും അല്ലേ? ഇത് രണ്ടിന്റെയും ഗുണനഫലമായിരിക്കും. 756 ഇൻറ്റു 21, 6 5 7 12 10 11 15, 6 7 8 5 1, 15876-നെ 21 കൊണ്ട് ഹരിച്ചപ്പോഴാണ് എനിക്ക് 756 കിട്ടിയത്. മനസ്സിലായല്ലോ? കണ്ട, ഇവിടെ ഹരണം വന്നപ്പോൾ ഗുണനം. പേജ് 82-ലെ ഒന്നാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുടെയും കൂടെ ആകെ അളവാണ്, ചുറ്റിനുമുള്ള അളവ്. 2 നീളവും 2 വീതിയും കൂടെ ചേരുന്നതാണ്, 2 നീളവും 2 വീതിയും കൂടെ ചേരുന്നതാണ് ചുറ്റളവ്.
ഇപ്പൊ ചുറ്റളവ് 50 മീറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം 5 മീറ്റർ. മറ്റേ വശം എത്ര? മറ്റേ വശം നീളമാണോ വീതിയാണോ ഒന്നും പറയുന്നില്ല. മറ്റേ വശം എത്ര എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 50 മീറ്റർ. അതായത് രണ്ട് നീളം രണ്ട് വീതി, രണ്ട് നീളം പ്ലസ് വീതി, ഇതാണ് 50 മീറ്റർ. അപ്പൊ ഒരു നീളം ഒരു വീതി എത്രയായിരിക്കും? 50ന്റെ പകുതി ആയിരിക്കും. നീളം പ്ലസ് വീതി, നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ 50ന്റെ പകുതി 50/2 25 മീറ്റർ. അതില് ഒരു വശം തന്നിട്ടുണ്ട് 5 മീറ്റർ, രണ്ടും കൂടി 25. അപ്പൊ ഒരു വശം 5 ആണെങ്കിൽ മറ്റേ വശം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് പിന്നീട് നമുക്ക് ചെയ്യാം. ഒരു വശം 5 മീറ്റർ, അപ്പൊ നീളവും വീതി 25. അപ്പൊ മറ്റേ വശം എന്താ ചെയ്താ മതി? ഇതിന്ന് കുറച്ചാ മതി. 25 മൈനസ് 5 സമം 20 മീറ്റർ. അപ്പൊ മറ്റേ വശം എത്ര മീറ്റർ? 20 മീറ്റർ. മനസ്സിലായി? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അപ്പൊ 5 പേന ഒരുമിച്ച് വാങ്ങിച്ചപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചെലവായത്. അവരെത്ര രൂപ കൊടുത്തു? 3 രൂപ കുറച്ചിട്ട് 32 രൂപ കൊടുത്തു. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു? അപ്പൊ ഓരോ പേനയായിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ കൊടുക്കണമായിരുന്നു? അപ്പൊ അവര് 5 പേന ഒരുമിച്ച് മേടിച്ചിട്ട് എത്ര രൂപ കൊടുത്തു? 32 രൂപ കൊടുത്തു. 3 രൂപ കുറച്ചത് കൊണ്ടാണ് 32 രൂപ ആയത്. അല്ലെങ്കിൽ അത് എത്ര ആകുമായിരുന്നു? ഈ 32ന്റെ കൂടെ 3 രൂപ കൂടി അധികം കൊടുക്കേണ്ടി വന്നിരുന്നേനെ. അപ്പൊ 5 പേനയ്ക്ക് ചെലവായ രൂപ 32 രൂപ. അതില് 3 രൂപ അവർക്ക് എന്താ കിട്ടി? ഇളവ് കിട്ടി അല്ലേ? ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അപ്പം ഇളവ് കിട്ടിയത് 3 രൂപ. ഇളവ് കിട്ടിയത് 3 രൂപ. അപ്പൊ ഈ 5 പേനയുടെ യഥാർത്ഥ വില എന്താണ്? 32ന്റെ കൂടെ 3 കൂടി കൂട്ടണം. 35 രൂപ വരും. 5 പേനയുടെ ശരിയായ വില 3 രൂപ കുറച്ച് കിട്ടിയോണ്ടല്ലേ അവർക്ക് 32 രൂപ കൊടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അവർ എത്ര കൊടുക്കണമായിരുന്നു? 35 രൂപ കൊടുക്കണം. 32 പ്ലസ് 3 35 രൂപ കൊടുക്കണമായിരുന്നു. അപ്പൊ 5 പേനയ്ക്ക് 35 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? 35നെ 5 കൊണ്ട് ഹരിക്കണം. ഒരു പേനയുടെ വില 35 ഭാഗം 5 സമം 7. അപ്പൊ ഒരു പേനയ്ക്ക് എത്രയായിരുന്നു? യഥാർത്ഥത്തില് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 7 രൂപ കൊടുക്കണമായിരുന്നു. പക്ഷെ അവര് 5 പേനയ്ക്കും കൂടി 32 രൂപയെ കൊടുത്തുള്ളൂ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള കണക്കുകളിലെല്ലാം ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിന്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിലും സംഖ്യ കണ്ടുപിടിക്കുക. ഓരോന്നിലും സംഖ്യ കണ്ടുപിടിക്കുക. അതായത് 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങ്. സംഖ്യയുടെ 2 മടങ്ങ്. സംഖ്യയുടെ 2
മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പൊ 3 കൂട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര എന്നേനെ? 101 കുറവായിരുന്നു. എത്രയാ? 101 കുറവായിരുന്നു. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങെന്ന് പറയുന്നത് എന്താണ്? 101 നിന്ന് 3 കുറവാണ്. സംഖ്യയുടെ 2 മടങ്ങ് 101 മൈനസ് 3. അപ്പൊ എത്ര കിട്ടും? 98 കിട്ടും. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങെന്ന് പറയുന്നത് എത്രയാണ്? 98. അപ്പൊ സംഖ്യ എത്രയായിരിക്കും? സംഖ്യയുടെ 2 മടങ്ങ്. സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് 98. അപ്പൊ സംഖ്യ എത്ര ആയിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും അല്ലെ? ഇതായിരിക്കും സംഖ്യ സമം 98/2. 4 2 8 9. അപ്പൊ സംഖ്യ എത്ര കിട്ടി? 49 എന്ന് കിട്ടി. എത്ര കിട്ടി? സംഖ്യ 49. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങിനോട് 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101. സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101. അപ്പൊ 2 കൂട്ടിയില്ലായിരുന്നെങ്കിൽ 101 2 കുറവായിരുന്നേനെ. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് സമം 101 മൈനസ് 2 സമം 99. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് സംഖ്യ പ്ലസ് സംഖ്യ പ്ലസ് സംഖ്യ 3 പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ 3 കൊണ്ട് ഈ സംഖ്യയെ ഗുണിക്കുകയോ ചെയ്യുന്നതാണ് 950. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 99നെ 3 കൊണ്ട് ഭാഗിക്കണം. സംഖ്യ സമം 99/3 സമം 99/3 സമം 33. അപ്പൊ നമുക്ക് സംഖ്യ എത്ര കിട്ടി? 33 എന്ന്. അടുത്തത് 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങ്. സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ച 101. 3 കുറച്ചുകൊണ്ടാണ് 101 വന്നത്. അപ്പം കുറയ്ക്കാതിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുമായിരുന്നു. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് 2 മടങ്ങ് 2 മടങ്ങ് സമം 101 പ്ലസ് 3 സമം 104. അപ്പൊ സംഖ്യയുടെ 2 മടങ്ങ് 104 ആയാൽ സംഖ്യ ഇതാണ് 104നെ 2 കൊണ്ട് ഭാഗിക്കണം. സംഖ്യ സമം 104/2. I 2 10, ഈ 2 4. എത്ര കിട്ടി? സംഖ്യ 52 എന്ന് കിട്ടി. അത് 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങെന്ന് പറയുന്നത് എത്രയായിരിക്കും? 101നേക്കാൾ കൂടുതലായിരിക്കും. 101ന്റെ കൂടെ 2 കൂടി ചേരുന്നത്. സംഖ്യയുടെ 3 മടങ്ങ് സമം 101 പ്ലസ് 2 സമം 103. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് 103. അപ്പൊ സംഖ്യ ആണ് എന്ത് ചെയ്താൽ മതി? 103/3.
അപ്പൊ നമുക്ക് ഭിന്നസംഖ്യ വരുന്നത് അല്ലേ. അപ്പൊ സംഖ്യാസമം 103/3. അങ്ങനെയാ ഹരിക്കാമല്ലോ. 3 9, ശിഷ്ട 1. ഈ 3നെയും കൂടെ താഴെ ഇറക്കുമ്പോൾ 13. 13-ൽ 3 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 3 12, ശിഷ്ട 1 അല്ലേ. നമുക്ക് ആൻസർ എന്താ കിട്ടും? 34 1/3. 34 1/3 ഇത്രയേ ഉള്ളൂ. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.